ഹാഷ്മി, ഇന്നലെ ആദ്യം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അതിൽ അവർ നൽകിയ വിശദീകരണം, ആദ്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനുശേഷം അതിന് താഴെ വന്ന കമൻറ്റിൽ താൻ അസ്വസ്ഥയായി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ്. പിന്നീട് തൻ്റെ അഭ്യുദയാംശകൾ തന്നെ പറഞ്ഞു അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഒന്നുകൂടി ഫേസ്ബുക്കിൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദാ മുരളീധരൻ ഈ കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. അതിൽ വൈകാരികമായി തന്നെയാണ് പറയുന്നത്. താൻ നിറത്തിൻ്റെ പേരിൽ പലതവണ കളിയാക്കപ്പെട്ടിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. 50 വർഷമായി നിറത്തിൻ്റെ പേരുള്ള അധിക്ഷേപം താൻ നേരിടുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ചീഫ് സെക്രട്ടറി പദത്തിൽ എത്തിയപ്പോഴും ആ അധിക്ഷേപം തുടരുകയാണ്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനം കറുത്തതാണ് എന്ന് ഒരാൾ പറഞ്ഞു. അതിന് മാത്രമല്ല, അതിനുശേഷം ഭർത്താവ് കൂടിയായ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുത്തതാണ് എന്നും പറയുകയും ചെയ്തു. എന്തിനാണ് കറുത്തതിനെ ഇങ്ങനെ നിന്ദിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കറുപ്പ് ലോകത്തെല്ലായിടത്തുമുള്ള നിറമാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ട നിറമല്ല എന്നുള്ളത് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, പലപ്പോഴും ഈ നിറത്തിൻ്റെ പേരിലുള്ള അവഗണന താൻ നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ പ്രതികരണങ്ങൾ ഉൾപ്പെടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ മോശമായിരുന്നു എന്നുള്ളതാണ്. അതിൽ തനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. മാത്രമല്ല, താൻ കറുപ്പിനെ നെഞ്ചോട് ചേർക്കുന്നു എന്നുകൂടി പറയുന്നു. മാത്രമല്ല, തനിക്ക് ഈ കറുപ്പ് എന്നുള്ളതൊരു മോശം നിറമാണ് എന്ന് തനിക്കും തോന്നിയിരുന്നു. താൻ ഇങ്ങനെ കറുത്തുപോയി എന്നുള്ളത് വീട്ടിൽ അമ്മയോടുൾപ്പെടെ മുൻപ് ചോദിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. താൻ ഏറെക്കാലം ആ കറുത്തതിൻ്റെ പേരിൽ വിഷമിച്ചിരുന്നു. പക്ഷേ തൻ്റെ മക്കളാണ് അത് അങ്ങനെയല്ല എന്നുള്ളത് തന്നെ തിരുത്തി നൽകിയത്. ഈ തീവ്രമായ നിരാശയോടെ നാണക്കേട് തോന്നേണ്ടിയിരുന്ന നിറമല്ല കറുപ്പ് എന്ന തൻ്റെ മക്കൾ തന്നെ ബോധ്യപ്പെടുത്തി എന്നുകൂടി ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അതിന് പിന്നാലെ നിരവധി പേർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ശാരദാ മുരളീധരൻ ഐക്യദാർഢ്യം അർപ്പിക്കുകയും ചെയ്ത് രംഗത്തെത്തി. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇത് സംബന്ധിച്ചൊരു കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ്, വളരെ ലഘുവായ ഒരു കുറിപ്പ്. അതിൽ പറയുന്നു, തനിക്കും ഒരു അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ നിറവും കറുപ്പാണ്, ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, എല്ലാവിധ ഐക്യദാർഢ്യവും ശാരദാ മുരളീധരൻ നൽകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ഇക്കാര്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ശാരദാ മുരളീധരൻ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഹാഷ്മി, അല്ല, സലിം മാലിക് ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ശാരദാ മുരളീധരൻ്റെ പ്രവർത്തനം മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് മികച്ചതാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ ശാരദാ മുരളീധരൻ പറയുകയാണ്, കഴിഞ്ഞ 7 മാസം മുഴുവൻ എൻ്റെ മുൻഗാമിയുമായുള്ള എന്ന് പറഞ്ഞാൽ വി വേണുവുമായുള്ള ഇത്തരം താരതമ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഈ ചീഫ് സെക്രട്ടറിയെ ഇത്രമേൽ ബുള്ളി ചെയ്യുന്നത്? സലിം, ഹാഷ്മി, അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ചീഫ് സെക്രട്ടറി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു പൊതു അഭിപ്രായമായി തന്നെ സമൂഹത്തിന് മുൻപിലുണ്ട്, കേരളത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേർ, ചില ആളുകൾ മാത്രമാണ് അതിലേതെങ്കിലും തരത്തിലുള്ള വിമർശനം കണ്ടെത്തുന്നത്. അപ്പോഴും ഇനി അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അപ്പോഴും ചീഫ് സെക്രട്ടറിയുടെ പ്രവർത്തനം മോശമാണ് എന്ന് പറയാൻ, ചീഫ് സെക്രട്ടറിയുടെ പ്രവർത്തനം കറുത്തത് എന്നൊരു പദം ഉപയോഗിക്കുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിലും തർക്കമില്ല. കാരണം കറുത്തത് മോശമെന്നും വെളുത്തത് നല്ലതെന്നും ചിന്തിക്കുന്ന നിലയിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ശാരദാ മുരളീധരൻ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. എന്തിനാണ് മോശം കാര്യത്തെ സൂചിപ്പിക്കാനായി കറുത്തത് എന്ന് പറയുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് നിയമ നടപടികളിലേക്കോ മറ്റോ ഒന്നും ശാരദാ മുരളീധരൻ കടന്നിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പിന്നാലെ നമ്മളുമായി സംസാരിക്കാമെന്ന് ശാരദാ മുരളീധരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം, ഈ മോശം കാര്യത്തെ സൂചിപ്പിക്കുന്നത് കറുത്തത് എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ആകുന്നത് അത്ര നല്ലതല്ല എന്ന് ശാരദാ മുരളീധരൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കറുപ്പിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നവർക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ, വൈകാരികമായ ഭാഷയിൽ ശാരദാ മുരളീധരൻ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഹാഷ്മി, സലിം, ശാരദാ മുരളീധരൻ എഴുതുന്ന ഇംഗ്ലീഷിൽ ഒരു പരിഭാഷ ഇങ്ങനെയാണ്: 4 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഗർഭപാത്രത്തിലേക്ക് എന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള കുട്ടിയെ ഒന്നുകൂടി ജനിപ്പിക്കാമോ എന്ന്. എനിക്ക് നല്ല നിറമൊന്നുമില്ലെന്ന ആഖ്യാനത്തിൽ 50 വർഷത്തിലേറെ ഞാൻ ജീവിച്ചു. ആ ആഖ്യാനത്തിൽ സ്വാധീനിക്കപ്പെട്ടു പോയിരുന്നു. കറുപ്പിൽ ഞാൻ കണ്ടെത്താത്ത സൗന്ദര്യം എൻ്റെ മക്കളാണ് കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ ഇത് അവരെ വല്ലാതെ വേദനിപ്പിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ തന്നെ തോന്നുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എഴുതി, അത് ഡിലീറ്റ് ചെയ്തു. പിന്നീട് വളരെ വിശദമായി തന്നെ ഫേസ്ബുക്ക് വീണ്ടും എഴുതുമ്പോൾ ഇത് ഏതെങ്കിലും സൈബറിടത്തിലെ അധിക്ഷേപമാണോ അതോ നേരിട്ടാരോ പറഞ്ഞതാണോ? ആരാണ് ഈ അക്രമം ചെയ്യുന്നത്? സലിം, ഹാഷ്മി, അത് ആരാണ് ഈ ഇത്തരത്തിലുള്ള കമൻറ്റ് പറഞ്ഞത് എന്ന് ശാരദാ മുരളീധരൻ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ശാരദാ മുരളീധരൻ പറയുന്നത് ഈ തൻ്റെ പ്രവർത്തനം കറുത്തതെന്നും മുൻപ് തൻ്റെ ഭർത്താവ് കൂടിയായ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുത്തതെന്നും, ഇത് രണ്ടും പറഞ്ഞത് ഒരാളാണ് എന്ന് ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതാരാണ് പറഞ്ഞത് എന്ന് പറയുന്നില്ല. സൈബർ അധിക്ഷേപം ഉൾപ്പെടെ അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം പിന്നീട് ഈ കറുപ്പിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറുപ്പിൽ തൻ്റെ സൗന്ദര്യം കണ്ടെത്തിയത് മക്കളാണ്. അതിനുശേഷമാണ് ആ പ്രശ്നം,
തനിക്ക് മാറിയത് എന്ന് പറയുമ്പോൾ അവർ പിന്നീട് കൂട്ടിച്ചേർക്കുന്ന പ്രതീക്ഷയുടെ ഒരു പുതുതലമുറയുടെ ഒരു വലിയ പ്രതീക്ഷയുടെ വാചകം കൂടി അതിൽ ചേർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കറുപ്പിൻ്റെ പാരമ്പര്യത്തോട് അവർക്ക് ആരാധനയായിരുന്നു, ഞാൻ കാണാതിരുന്ന ഭംഗി അവരതിൽ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു, കറുപ്പെന്നാൽ അടിപൊളിയാണെന്ന് അവർ കരുതി, കറുപ്പിൻ്റെ അഴക് എനിക്ക് അവർ കാട്ടിത്തന്നു എന്നുള്ളതാണ്. തൻ്റെ മക്കളെക്കുറിച്ച് വലിയ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതൊരു പുതുതലമുറയുടെ വലിയ പ്രതീക്ഷയായി കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ കറുത്ത നിറം എന്നതിൻ്റെ പേരിൽ അതിൽ നേരിട്ട അധിക്ഷേപത്തിൽ അവർ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നത്, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലൊക്കെ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ആ വൈകാരികമായ പോസ്റ്റിൽ നിറയുന്നത്. കാരണം 4 വയസ്സുള്ളപ്പോൾ അമ്മയോട് ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള കുട്ടിയായി തന്നെ ജനിപ്പിക്കാമോ എന്ന് ചോദിച്ചതിൽ നിന്ന് തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന അധിക്ഷേപങ്ങൾ അത് സമൂഹത്തിൻ്റെ തന്നെ പല കോണിൽ നിന്നും ഉയരുന്ന അധിക്ഷേപങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട, ഇത്തരത്തിലുള്ള വലിയ നിലയിൽ സമൂഹം ഒട്ടാകെ ചർച്ച ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ശാരദാ മുരളീധരൻ. അതൊരു സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപം നേരിടേണ്ടി വരുന്നതും കറുപ്പെന്നതിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നുള്ളപ്പോൾ സ്വാഭാവികമായി അത് വലിയ നിലയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാകുന്നു. ഹാഷ്മി.